കോഴിക്കോട് ബാലുശ്ശേരിയിൽ ചുഴലിക്കാറ്റ്. കൂരാച്ചുണ്ടിൽ വീടുകൾക്ക് മുകളിൽ മരം പൊട്ടി വീണു. ആളപായമില്ല. മേഖലയിൽ വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ എന്താണ് സമീർ? ശ്രീജിത്ത്, ഇന്ന് സന്ധ്യയോടുകൂടിയാണ് ശക്തമായ ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നത്. കൂരാച്ചുണ്ടിലാണ് ഈ ചുഴലിക്കാറ്റ് ഉണ്ടായത്. അതിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. 8 വീടുകളാണ് തകർന്നിരിക്കുന്നത്. ഈ വീടുകൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീണും പൊട്ടി വീണുമാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. കാളങ്ങാട് പള്ളിക്ക് സമീപത്തെ ബൈത്തുർ റഹ്മ പ്രകാരം നിർമ്മിച്ചിട്ടുള്ള പള്ളത്ത് കോളനിയിൽ പുതിയ വളപ്പിൽ സാറയുടെ വീട്, അതുപോലെ തന്നെ ചാമക്കാലെ റജീനയുടെ വീട് തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ 8 പേരുടെ വീടുകളാണ് തകർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള കൃഷിനാശവും സംഭവിച്ചിരിക്കുന്നു. തെങ്ങ്, വാഴ, കവുങ്ങ്, അതുപോലെ തന്നെ റബ്ബർ ഉൾപ്പെടെയുള്ള മരങ്ങളാണ് നശിച്ചിരിക്കുന്നത്. ചീനിക്കൽ കുഞ്ഞാലി, അതുപോലെ തന്നെ BS ഹമീദ്, അതുപോലെ അഷ്റഫ് ചാമക്കാലക്കൽ തുടങ്ങിയിട്ടുള്ള കർഷകരുടെ കൃഷിയാണ് വലിയ രീതിയിൽ നശിച്ചിരിക്കുന്നത്. ഇന്ന് സന്ധ്യയോട് കൂടിയാണ് ഈ ചുഴലിക്കാറ്റ് ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. വീടുകൾ തകർന്നിട്ടുണ്ട്, അതുപോലെ മറ്റ് കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ വെള്ള ടാങ്കുകൾ പൊട്ടി വീണുകൊണ്ടുള്ള അപകടം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള ആളപായം ഉണ്ടായിട്ടില്ല. ആളുകൾക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപകടങ്ങളൊന്നും കാര്യമായ രീതിയിലേക്ക് ബാധിച്ചില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇതോടൊപ്പം തന്നെ ജില്ലയുടെ വിവിധയിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. കക്കയം അണക്കെട്ടിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കക്കയം അണക്കെട്ടിൻ്റെ പരമാവധി സംഭരണശേഷി 758.05 മീറ്ററാണ്. അതിലിപ്പോൾ 757.5 മീറ്ററായി ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെള്ളം ഇനിയും ഉയർന്ന ഘട്ടമുണ്ടാവുകയാണ് എങ്കിൽ ഘട്ടം ഘട്ടമായിക്കൊണ്ട് അത് തുറന്നുവിടും. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കുറ്റ്യാടിപ്പുഴയിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. കുറ്റ്യാടിപ്പുഴയുടെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യം കൂടി ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ KSEBയും അറിയിക്കുന്നുണ്ട്. റീജിത്ത്. ശരി, സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്.